ന്യായ് യാത്രയിൽ വൻ സുരക്ഷാ വീഴ്ച. രാഹുൽ ഗാന്ധിയുടെ കാറിന് നേരെ ബംഗാളിലെ മാൾഡയിൽ ആക്രമണം. കാറിന്റെ ചില്ലുകൾ തകർത്തു. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ടോ? ന്യായ് യാത്ര പുനരാരംഭിച്ചോ? ലിബീഷ്, ഇപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പറയുന്നത് ഈ കാതിഹാറിൽ യാത്ര ബീഹാറിലേക്ക് പ്രവേശിക്കുന്ന ആ ഘട്ടത്തിൽ അവിടെ രാഹുൽ ഗാന്ധിയെ കാണാനായി നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിക്കിലും തിരക്കിലും അവിടെ ഒരു കയർ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കയർ അവിടെ ഉണ്ടായിരുന്നു. ആ കയറുമായി ആ തിക്കിലും തിരക്കിലും ഈ കയർ കൊണ്ട് ഈ ചില്ല് തകരുകയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് ഇപ്പോൾ അവരുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വാഹനത്തിന്റെ ചില്ല് തകർന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ ആശങ്കകളൊക്കെ ഉയർന്നിരുന്നു. അതൊരു ആക്രമണമാണ്, കല്ലുകൊണ്ടാണ് ഈ ചില്ല് തകർത്തതെന്ന് ബംഗാളിലെ മുതിർന്ന നേതാവ് അധീർ രഞ്ജൻ ചൗധരി ആരോപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എവിടെ വെച്ചാണ്, എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. കാരണം ഈ കാറ് മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് രാഹുൽ ഗാന്ധി ആ ബസ്സിന് മുകളിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണിത് സംഭവിച്ചതെന്ന കാര്യത്തിൽ നേരത്തെ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഏതായാലും യാത്ര പശ്ചിമ ബംഗാളിൽ നിന്ന് ബീഹാറിലേക്ക് കയറുകയാണ്. ഇവിടെ മാൾഡയിൽ നിന്ന് ഈ കാതിഹാറിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു പതാക കൈമാറ്റ ചടങ്ങ് ഉണ്ട്. ആ പതാക കൈമാറ്റ ചടങ്ങിനിടെയാണ് ഈ വാഹനത്തിന്റെ ചില്ല് തകർന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നത് അതൊരു ആക്രമണമല്ല, കല്ലുകൊണ്ട് ഉണ്ടായ ഒരു ആക്രമണമല്ല, മറിച്ച് ഈ തിക്കിലും തിരക്കിലും ഉണ്ടായ ഒരു സംഭവത്തിന്റെ ഭാഗമായി ഈ ചില്ലുകൾ തകരുകയാണ് ചെയ്തത്. ഈ രാഹുൽ ഗാന്ധി നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്. അതുകൊണ്ട് തന്നെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നും കോൺഗ്രസ് ഇപ്പോൾ അവരുടെ ട്വിറ്ററിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിബീഷ്.